എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇതിനെയൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥയും മനുഷ്യന് വരും. പക്ഷേ അത് നമ്മളുടെ മാത്രം ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മുകളിലല്ലാതെ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണത് എന്നുള്ള ഭാവത്തിൽ വേണം പ്രകൃതിയെ എപ്പോഴും ഉപയോഗിക്കാൻ എന്നാണ് മഹത്തുക്കൾ പറയാറുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ വിസ്തരിക്കുന്നത്. ഗാണ്ഡവ വനത്തിനെ ദഹിപ്പിച്ച കഥയാണ്. ഈ കഥ നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും അർജുനനും ഇങ്ങനൊരു നദീതീരത്തിരുന്ന് അവരുടെ സല്ലാപങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്ന് അവരെ നമസ്കരിച്ചു. അപ്പോൾ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആദരവായി. രണ്ടുപേരും ചാടി എണീറ്റ് ബ്രാഹ്മണനെ നമസ്കരിച്ചു. അർജുനനും ഭഗവാനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഞങ്ങളെ തേടി വന്നത് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റാനായിരിക്കുമല്ലോ. എന്താ തന്നെ ആയാലും അങ്ങയുടെ ആവശ്യം ഞാൻ നിറവേറ്റാം. എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. ഈ ബ്രാഹ്മണൻ കൈകൂപ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണാർജുനന്മാരെ, നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നൊരു വസ്തു മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് തോന്നി, ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിനാണോ ഈ ബ്രാഹ്മണൻ വന്നിട്ടുള്ളത്? ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ ബാക്കി ഇരിപ്പുണ്ട് താനും. അപ്പം അങ്ങേക്ക് വേണ്ട ഭക്ഷണം എന്ത് തന്നെ ആയാലും അത് ഞങ്ങൾ അങ്ങേക്ക് തരും എന്ന് സത്യം ചെയ്തു കൊടുത്തു അർജുനൻ. ഈ സത്യം അങ്ങോട്ട് കെട്ടിയ ഉടനെ ഈ ബ്രാഹ്മണൻ വേഷം അങ്ങോട്ട് മാറി അഗ്നിദേവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അഗ്നിദേവനെ കണ്ടപ്പോൾ കൃഷ്ണാർജുനന്മാർക്ക് കൂടുതൽ കൗതുകമായി. ഇദ്ദേഹം ഇപ്പം എന്തിനാണ് ഈ വേഷമൊക്കെ മാറി വന്ന് ഇങ്ങനൊരാവശ്യം ചോദിച്ചത്? അപ്പോൾ വളരെ സൗമ്യനായിട്ട് അഗ്നിദേവൻ കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു തന്ന സത്യത്തിന് നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ തരണം. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ദാ അവിടെ കാണുന്ന ആ ഗാണ്ഡവ വനം എന്ന് പറയുന്ന വനാണ്. അപ്പോൾ കൃഷ്ണ അർജുനൻ നോക്കിയപ്പോൾ നല്ലൊരു കാട് അവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ മാത്രം വിശേഷപ്പെട്ടത് എന്താ ഉള്ളത്? അപ്പോഴാണ് അഗ്നിദേവൻ തനിക്ക് വന്നിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ച് ഇവരോട് പറയണത്. ശ്വേതകി എന്ന് പറയുന്ന ഒരു മഹർഷി 12 കൊല്ലം അടുപ്പിച്ചിട്ട് യാഗം നടത്തിയപ്പോൾ ഒരുപാട് നെയ്യ് ഹവിസായിട്ട് ഹോമിച്ചു. അങ്ങനെ ഈ നെയ്യ് കഴിച്ച് അഗ്നിദേവന് അജീർണം പോലത്തെ ഒരു അസുഖം വന്നു എന്നാണ് ആ കഥയിൽ പറയണത്. അദ്ദേഹം അവശനായി. ഇനിയിപ്പോൾ അത് മാറണം എന്നുണ്ടെങ്കിൽ ഈ കാട് മൊത്തം ഒന്ന് ചുട്ടരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൃഗങ്ങൾ, ഈ കാണുന്ന ചെടികൾ, ഇതിൽ ഔഷധങ്ങളുണ്ട്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം വീണ്ടും പഴയതുപോലെ നല്ല ചൈതന്യവത്തായിട്ടുള്ള ഒന്നായിട്ട് മാറും. അപ്പോൾ അങ്ങേക്ക് ഇത് അങ്ങോട്ട് പോയിട്ട് ദഹിപ്പിച്ചാൽ പോരെന്ന് ചോദിച്ചു അർജുനൻ. അങ്ങ് അഗ്നിദേവനല്ലേ, അങ്ങേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിനെ കത്തിക്കാലോ, ഞങ്ങളുടെ സഹായം എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ആ സമയത്താണ് ഇവിടെ ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ അഗ്നിദേവൻ അവരോട് പറയണത്. ഈ കാട്ടിനകത്ത് തക്ഷകൻ എന്ന് പറയുന്ന ഒരു സർപ്പം താമസിക്കുന്നുണ്ട്. അവൻ്റെ കുടുംബവും അവിടെ ഉണ്ട്. അവൻ ഇന്ദ്രന് വളരെ വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ അവന് ഞാൻ കയറിയിട്ട് ഈ പറയുന്നത് പോലെ തീ കത്തിച്ച് ചാമ്പലാക്കുന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോൾ ഈ ഗാണ്ഡവനം ദഹിപ്പിക്കാൻ പോയാലും ഇന്ദ്രൻ മഴ പെയ്യിച്ചിട്ട് എന്നെ അതിൽ നിന്ന് പരാജയപ്പെടുത്തും. അപ്പോൾ ഇന്ദ്രനെ തടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം, അതിനെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അർജുനനും ഭഗവാനും പറഞ്ഞു, ഇപ്പോൾ വാക്ക് തന്ന സ്ഥിതിക്ക് ഇപ്പോൾ നിന്ന് മാറാൻ പറ്റില്ലല്ലോ, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആയുധമൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അഗ്നിദേവൻ വരുണനെ സങ്കല്പിക്കുകയും വരുണനാണത്രേ ഗാന്ധീവം എന്ന് പറയുന്ന വില്ലും ഈ ഹനുമാൻ സ്വാമിയുടെ കൊടിയടയാളത്തോട് കൂടിയിട്ടുള്ള ഒരു രഥവും ഒപ്പം തന്നെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് സമ്മാനിച്ചത്. അത് വെച്ച് അർജുനൻ ഈ ഇന്ദ്രൻ പെയ്യിക്കുന്ന മഴയും എല്ലാത്തിനെയും തടഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ്റെ ആ ഒരു ആയുധാഭ്യാസം കൊണ്ട് ഇന്ദ്രന് അഗ്നിയെ തടുക്കാൻ സാധിച്ചില്ല. അഗ്നി ഈ പറയുന്ന ഗാണ്ഡവനത്തെ അങ്ങോട്ട് ദഹിപ്പിക്കാൻ തുടങ്ങി. അതിൽ ചില ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇപ്പം മയൻ എന്ന് പറയുന്ന ഒരു അസുരശില്പി ഉണ്ടായിരുന്നു, അയാൾ രക്ഷപ്പെട്ടു. ആ മയനാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിരുന്നു അശ്വസേന എന്ന് പറഞ്ഞൊരു നാഗം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ തക്ഷകന്റെ മകനായിരുന്നു അദ്ദേഹം, അമ്മ എന്ത് മരിക്കണത് നോക്കി നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ ചില പക്ഷികൾ, ഇങ്ങനെ ചില ആൾക്കാരെ മാത്രം അങ്ങോട്ട് രക്ഷപ്പെടുത്തി ബാക്കിയുള്ളതിനെ മൊത്തം അഗ്നി അങ്ങോട്ട് ഭക്ഷിച്ചു എന്നാണ്. അങ്ങനെയാണ് ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന ഒരു ചടങ്ങ് നടന്നത്. ഇതിലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ രക്ഷപ്പെട്ട തക്ഷകനും തക്ഷകന്റെ മകനായിട്ടുള്ള അശ്വസേനനും
അടങ്ങാത്ത പകയുമായിട്ട് അർജുനന് നേരെ തിരിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് അത്ര തക്ഷകൻ അർജുനൻ്റെ പൗത്രനായിട്ടുള്ള പരീക്ഷത്തിനെ ദംശിക്കുന്നതും. ഇനി വേറെ അശ്വസേനൻ എന്ന് പറയുന്ന ഈ സർപ്പം കർണൻ്റെ അസ്ത്രത്തിലിരുന്ന് ഭഗവാൻ കാലുകൊണ്ട് ചവിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അർജുനൻ്റെ ജീവനെ പോലും ഈ അശ്വസേനൻ അപഹരിച്ചിരുന്നു എന്നാണ് പറയുക. അപ്പം അത്രയധികം വളരെയധികം പ്രകൃതിയുടെ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച് തന്നൊരു കഥയായിട്ടാണ് ഗാണ്ഡവനത്തിൻ്റെ ദഹനം പൊതുവിൽ പറയാറുള്ളത്. ആ കഥയെ ഇന്നിവിടെ നമ്മൾ അനുസ്മരിച്ചു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.